ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ചെയ്തതുപോലെ ഇറാനെ ആക്രമിക്കുകയും ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമൈനിയെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ദീർഘമായ ഇറാൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ആയത്തുള്ള ഖൊമൈനി വിട പറയുന്നത്. അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങാതെ രക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു ഖൊമൈനി. 1939 ആയത്തുള്ള ഖൊമൈനിയുടെ ജനനം. ഷാ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇറാനിൽ നടത്തിയ വിപ്ലവത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറിയിൽ പങ്കെടുത്ത ആളാണ് ഖൊമൈനി. പതിറ്റാണ്ടുകൾ ഇറാൻ്റെ ഭരണാധിപനായി, പ്രസിഡൻ്റായി, പരമോന്നത ആത്മീയ നേതാവായി വിരാജിച്ച ഖൊമൈനിയുടെ രാഷ്ട്രീയ ചരിത്രം പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ധീരമായ നിലപാടുകളുടേതും ആയിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ ആയത്തുള്ള ഖൊമൈനി ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി വരുന്നതിന് മുമ്പ് ഇറാൻ ഇസ്രായേലിനെ അംഗീകരിച്ച രാജ്യമായിരുന്നു. സാമ്രാജ്യത്വ ശക്തികളുടെ കളിപ്പാവയായി പ്രവർത്തിച്ച ഷാ ഭരണകൂടത്തെ പുറത്താക്കിയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഇറാൻ കീഴടക്കുന്നത്. അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള സാമ്രാജ്യത്വ വിരോധം ഭരണഘടനയിലും ഇറാൻ്റെ രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്നത് ഇസ്ലാമിക് റവല്യൂഷണറിക്ക് ശേഷമാണ്. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന സ്ലോഗൻ ആശയമായി ഏറ്റെടുത്ത നേതാവായിരുന്നു ആയത്തുള്ള ഖൊമൈനി. മൊസാദിൻ്റെ നേതൃത്വത്തിൽ നിരവധി വധശ്രമങ്ങൾ നേരിട്ട ആളാണ് ഖൊമൈനി. ഇസ്രായേലും അമേരിക്കയും ഖൊമൈനിയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുകയായിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഹിറ്റ് ലിസ്റ്റിൽ ഖൊമൈനി ഉണ്ടായിരുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇറാനെ സ്വയം പര്യാപ്ത രാഷ്ട്രമായി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് ആയത്തുള്ള ഖൊമൈനി. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഖൊമൈനിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പല വിപ്ലവങ്ങൾക്കും സമരങ്ങൾക്കും ഇറാൻ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ ഖാസിം സുലൈമാനി എന്ന സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്നതോടുകൂടെ തന്നെ ആയത്തുള്ള ഖൊമൈനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചിരുന്നു. രാഷ്ട്രത്തെയും ജനതയെയും കൂടെ നിർത്താൻ ഖൊമൈനിക്ക് സാധിച്ചിരുന്നു. 2022 മാസ അമീനി എന്ന് പറയുന്ന യുവതി പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്നതോടെ വലിയ വിപ്ലവം ഇറാനിൽ നടക്കുകയുണ്ടായി. സെൻ സിന്ദഗി ആസാദി, ലൈഫ്, വിമൻ, ഫ്രീഡം മുദ്രാവാക്യവുമായി തെരുവുകളിൽ പ്രക്ഷോഭം നടക്കുകയുണ്ടായി. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ രാജ്യത്തെയും ജനതയെയും കൂടെ നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ. സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ ഇറാൻ തോൽക്കുമെന്ന് തോന്നുന്നില്ല. ആയത്തുള്ള ഖൊമൈനിയുടെ മരണത്തോടെ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ രക്തസാക്ഷിത്വം പാഴാവുകയില്ല എന്ന് ഇറാൻ ജനതയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാൻ ജനത ഭരണകൂടത്തോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല. ഖൊമൈനിയുടെ പകരക്കാരനായി മറ്റൊരാളെ എത്രയും പെട്ടെന്ന് നിയമിക്കുവാനുള്ള ആലോചനകളും തീരുമാനങ്ങളും ഇറാനിൽ ത്വരിതഗതിയിൽ നടക്കുകയാണ്.